ദില്ലി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അക്കൗണ്ട് ശൂന്യമായി പോയ കോൺഗ്രസ് സംസ്ഥാനത്തും ദേശീയ തലത്തിലും ചരിത്രത്തിലെ സമാനതകളില്ലാത്ത പ്രതിസന്ധിയിലാണ്. ഇതോടെ നേതൃത്വത്തിൽ സമൂല മാറ്റം ആവശ്യപ്പെട്ടുകൊണ്ട് പാർട്ടിക്കകത്ത് തന്നെ കൂടുതൽ സ്വരങ്ങൾ ഉയരുമെന്ന് ഉറപ്പാണ്. പ്രിയങ്ക ഗാന്ധിയെ നേതൃനിരയിലേക്ക് കൊണ്ടുവരണമെന്ന ആവശ്യങ്ങളും ഇതോടെ ശക്തമാകും. അധികാരം പിടിക്കുക എന്നതിനെക്കുറിച്ച് ചിന്തിക്കാൻ പോലും കഴിയാത്ത സാഹചര്യത്തിൽ നില മെച്ചപ്പെടുത്തുക എന്ന ലക്ഷ്യമായിരുന്നു ദില്ലിയിൽ കോൺഗ്രസിനുണ്ടായിരുന്നത്. എന്നാൽ 2013 മിച്ചമായി ലഭിച്ച 8 സീറ്റുകളിൽ കൂടി ഇത്തവണ പൊട്ടിയതോടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പരാജയത്തിന്റെ പടുകുഴിയിൽപ്പെട്ടിരിക്കുകയാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് പുറമെ രാജ്യതലസ്ഥാനത്തും പാർട്ടിക്കേറ്റ പ്രഹരം നേതൃമാറ്റം ഉൾപ്പെടെയുള്ള ആവശ്യങ്ങൾക്ക് കരുത്ത് നൽകും. പരസ്യമായി ചിലർ മാത്രം പറയുകയും രഹസ്യമായി ഏവരും സമ്മതിക്കുകയും ചെയ്ത നേതൃത്വത്തിലെ അഴിച്ചുപണി എന്നത് ഇനി ഒരേ സ്വരത്തിൽ വൈകാതെ ഉയർന്നു വന്നേക്കാം. സംസ്ഥാന നേതൃത്വത്തെക്കാൾ ഉപരി ദേശീയ നേതൃത്വം തന്നെ നേരിട്ട് നിയന്ത്രിച്ച തെരഞ്ഞെടുപ്പിലെ പരാജയത്തിന്റെ ഉത്തരവാദിത്വവും AICCക്ക് തന്നെയാണ്. ഈ സാഹചര്യത്തിൽ രാഹുൽ ഗാന്ധിക്ക് പകരമായോ അല്ലെങ്കിൽ രാഹുലിനൊപ്പമോ പ്രിയങ്കയെ കൊണ്ടുവരണമെന്ന ആവശ്യവും പാർട്ടിയിൽ ഇനി ശക്തമാകും. പാർട്ടിയുടെ പരമ്പരാഗത വോട്ടുകൾ മുഴുവൻ കൊണ്ടുപോയ ആം ആദ്മിയാണ് കോൺഗ്രസിനെ ദില്ലിയിൽ അപ്രസക്തമാക്കിയത്. ആം ആദ്മി എന്ന ജനകീയ ബദലിനെ പ്രതിരോധിക്കാൻ നേതൃമാറ്റം മാത്രമല്ല അടിമുടി അഴിച്ചുപണിയും കോൺഗ്രസിന് ആവശ്യവുമാണ്. ഇത് എങ്ങനെ നടപ്പാക്കുമെന്നതിനെ ആശ്രയിച്ചിരിക്കും കോൺഗ്രസിന്റെ ഭാവിയും. റിപ്പോർട്ടർ, ദില്ലി.